നമുക്ക് നാളെ കളറാക്കണ്ടേ? അച്ചാറേ എന്താ പരിപാടി? ഓണം കളറാക്കണ്ടേ? പിന്നെ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നാളെ കേട്ടോ ഞങ്ങൾ ഓണം സെലിബ്രേഷൻ. ഞാൻ ക്ലാസ്സിൽ വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ട് ഇപ്പം 2 മാസമായി. അപ്പം എൻ്റെ ഫസ്റ്റ് സെലിബ്രേഷൻ ഓണം സെലിബ്രേഷൻ. ഫസ്റ്റ് സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് സെലിബ്രേഷൻ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. സെക്കൻഡ് സെലിബ്രേഷൻ, അതായത് ഓണം സെലിബ്രേഷൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിൻ്റെ ഒരു പൂക്കളം വരക്കാനുള്ളതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. തത്രപ്പാട്, ഐ മീൻ ചർച്ച. ഇവരെ ചർച്ച കണ്ടിട്ടുണ്ടെങ്കിൽ വേറെന്തോ അന്താരാഷ്ട്ര മത്സരമാണ് നടക്കുന്നത് തോന്നുന്നു. അത്രയും കുറെ ഐഡിയാസ് ശ്രീരാഗ് കുറെ ഐഡിയാസ് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതിനെക്കാട്ടും വലിയ ഐഡിയാസ് ഉമേർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ലാസ്റ്റ് എത്ര വലുപ്പം വേണം നമ്മളെ ഓണപ്പൂക്കളം എന്നുള്ളതിന്റെ ഫൈനലൈസേഷൻ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. ആ ചർച്ചയിൽ ഞാൻ വല്ലാണ്ട് കൂടിയിട്ടില്ല കേട്ടോ. കാരണം വലുപ്പം കൂടി തീരുമാനിച്ചോട്ടെ, നമുക്ക് ഉള്ളിൽ വരക്കുമ്പോൾ ഹെൽപ്പ് ചെയ്താൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വിമൽ സാർ പറഞ്ഞു നമുക്ക് ഇവിടെ ഈ ഭാഗം സെന്റർ ആക്കാന്നുള്ള ലെവലിൽ പറഞ്ഞിട്ട് അവർ പിന്നെ ഇങ്ങനെ വരച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ആ കളം വരക്കലൊക്കെ അവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാര്യമായിട്ട് വരക്കാൻ ഇപ്പോൾ ഞാനും ഉമേർക്കാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൽമത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രീരാഗ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ HR നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫസ്റ്റത്തെ കളം സംഭവം വരക്കാൻ വേണ്ടി സുഖമായിരുന്നു. കാരണം സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എളുപ്പം വരച്ച്. പക്ഷെ അതിന്റെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ടാസ്കുകൾ ഡിസൈനിന് എടുത്തിട്ടുണ്ട്. എന്നാലും ഇട്ട് വരുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ക്ലാസ്സിയുടെ ഓണം സ്പെഷ്യൽ ആണല്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ടാസ്ക് കൊടുത്തതാണ് സംഭവം. പിന്നെ ഈ വരക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് വെച്ചാല് ഞാനും മുന്നേർക്കും കാര്യമായിട്ട് വരക്കുമ്പോൾ മറ്റവരൊക്കെ ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇതിനു വേണ്ടി കളിയാക്കാനായിട്ട് വേറെ ടീംസ് ഉണ്ടായിരുന്നു. അതിന്റെ മെയിൻ ഉസ്താദായിരുന്നു റാഷി. അവിടെ നോക്കി അങ്ങനെ പോരാ ഇങ്ങനെ പോരാ എന്നിട്ട് കളിയാക്കാൻ. അതിന്റെ ഇടയിൽ ഒരു കസ്റ്റമർ വന്നു കുറച്ചേരം ഞങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കളർ ഡിസൈൻ വരച്ച് കഴിഞ്ഞിട്ടുള്ള ഡിസൈൻ ഉമേർക്കാണ് കാര്യമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ള വർക്കാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സംഭവം ഇത് വരക്കാൻ വേണ്ടി കണ്ട് നമ്മൾ അതിന്റെ അകത്ത് കയറുന്നുണ്ട്. കുമ്പിട്ട് കുറെ നേരം നിന്നിട്ട് വരക്കേണ്ടി വരും. അപ്പത്തിനും ഇന്റെ കിളി ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് തലവേദന ആവും അതുകൊണ്ട്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം വരക്കാൻ കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ളത് ഞാൻ വരക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഒരു 3/4 ഭാഗം വരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ അവരായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൽമത്ത് HR നല്ലോണം കിടന്ന് വരക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ശ്രീരാഗും ഓരൊക്കെ അവിടെ ഇരുന്ന് റെഡിയാക്കി കൊടുക്കുന്നത്. ഈ ഒരു കുഞ്ഞു കുഞ്ഞു വരകളും അതൊക്കെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു 3/4 ഭാഗം വരുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് നേരത്തിനൊന്ന് റെസ്റ്റ് എടുക്കാൻ പോയി. കാരണം ബിക്ക് തലവേദന വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഫൈനൽ കളം വരച്ചപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ ഇവരിത് വരക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ അതാ വീഡിയോ ഫുള്ള് ഫൈനൽ വരക്കൽ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇതൊക്കെ ഫുള്ള് ഷോ ഓഫ് ആണ് കേട്ടോ. വെറുതെ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിക്കുകയാണ്. ആ എഴുതിയത് മൊത്തം നമ്മളെ സൽമത്താണ്. അപ്പൊ ഇനി ബാക്കി കളർ വർക്കലൊക്കെ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ.